മണ്ണാർക്കാട് നഗരസഭ കൌൺസിലർ മൻസൂറിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF. വോട്ടർ പട്ടികയിൽ നിന്നും അർഹതപ്പെട്ടവരെ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷഫീഖ് റഹ്മാൻ നീക്കം ചെയ്തു എന്ന ആരോപണത്തിന് UDF ചുട്ട മറുപടിയാണ് നൽകിയത്. വല്ലാതെ കളിച്ചാൽ മുണ്ട് തലയിലിട്ട് നടക്കേണ്ട ഗതികേട് മൻസൂറിനുണ്ടാകുമെന്ന് മറക്കേണ്ടെന്നും ഷഫീഖ് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. മൻസൂർ തന്നെ ശൈലിപ്പറയാം. ഈ മൻസൂർ ഒരാളെ വോട്ടും വെട്ടിയിട്ടില്ല, അത് നേതൃത്വം കൊടുത്തിട്ടില്ല, കൂട്ടു നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് അതിന്റെ രേഖ ഒന്ന് ഞാൻ കാണിക്കാൻ കൂടി ആഗ്രഹിക്കാം. എന്റെ വാർഡ് നിലവിലെ 23, പുതിയ വാർഡ് എന്ന് പറഞ്ഞ 21, വാർഡ് വിഭജനത്തെ തുടർന്ന് 21. ആ 21 വാർഡിന്റെ വോട്ടർ പട്ടികയിൽ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ ഇത് CPMന്റെ നേതൃത്വത്തിൽ 40ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവർ ആക്ഷേപം ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ പട്ടികയിൽ 40ഓളം ആളുകളെ നീക്കം ചെയ്തിട്ടുള്ളതുമാണ്. പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ വ്യക്തി, ഈ മൻസൂർ എന്ന് പറയുന്ന ആള് വിളിച്ചു പറയാണ്. ആരാണ് ഇതിലെ ആക്ഷേപകൻ? ഇത് പേരിലുണ്ട്. എന്റെ വാർഡിൽ താമസിക്കുന്ന വടക്കേരി ഷൌക്കത്തലി എന്ന് പറയുന്ന CPM പ്രവർത്തകനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾ ഇപ്പോഴും അദ്ദേഹം CPMന്റെ ഇടതുമുന്നണിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോ അതേ വാർഡിൽപ്പെട്ട ആള് തന്നെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾ ആക്ഷേപകനാണ്. അതേ വോട്ടർ പട്ടികയിലുള്ള ആൾ ഈ ആക്ഷേപത്തെ പിന്തുണക്കുന്നവരാണ്. രണ്ടാമത്തെ ആളെ പിന്തുണച്ചുകൊണ്ട് ഒപ്പിട്ടുകൾ ഇതേ വോട്ടർ പട്ടികയിൽ പേരുള്ള ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള നാലിക്കുന്ന് മേഖലയിൽ ഒരു പ്രവർത്തകനായിട്ടുള്ള എന്റെ വാർഡിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിൽ ഈ ആക്ഷേപത്തെ, ഈ ഷൌക്കത്തലിയുടെ വടക്കേരി ഷൌക്കത്തലിയുടെ ആക്ഷേപത്തെ പിന്തുണച്ചുകൊണ്ട് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. 40 പേരെയാണ് വോട്ടർ പട്ടിക നീക്കം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ആക്ഷേപകനായ പരാതിക്കാരനായ ഈ വടക്കേരി ഷൌക്കത്തലിയുടെ തൊട്ട വീട്ടിൽ താമസിക്കുന്ന വെള്ളൂത്ത് പാത്തുമ്മക്കുട്ടി എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീ, അവരെ ആക്ഷേപത്തിൽ കാരണം മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ കുടുംബവുമായി ബന്ധപ്പെട്ട് വീണ്ടും അവർ ജീവനോടെ പുല്ലശ്ശേരിയിലുള്ള അവരുടെ മകന്റെ വീട്ടിൽ ഇപ്പൊ നിലവിലുണ്ട്. മരണപ്പെടാത്ത ആളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അവർ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്ഷേപമില്ല. അവര് വർഷങ്ങളായിട്ട് അവരുടെ താമസം വോട്ടർ പട്ടിക നീക്കം ചെയ്ത് നമുക്ക് അതിൽ ഒബ്ജക്ഷൻ ഇല്ല. അപ്പൊ ഈ വ്യക്തിയുടെ മനഃപൂർവ്വം വോട്ട് പോകുന്നതിന് വേണ്ടി മരണപ്പെടാത്ത ആളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപം കൊടുത്ത് നീക്കം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, ഈ ആക്ഷേപകനായിട്ടുള്ള വടക്കേരി ഷൌക്കത്തലിയുടെ തൊട്ട വീട്ടിൽ പാർക്കുന്ന തച്ചങ്ങാടൻ അബ്ദുൾ റഷീദിന്റെ മകൻ മുഹമ്മദ് ഷാബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ വ്യക്തിക്ക് 2 വോട്ട് വോട്ടർ പട്ടികയിൽ ഡബിൾ വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് 2 വോട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വോട്ട് ആ വോട്ടർ പട്ടികയിൽ കാണിച്ചു തരണ്ടേ? അപ്പോഴല്ലേ ഇരട്ട വോട്ടെന്ന് പറയുള്ളൂ. ഒറ്റ വോട്ടാണ് ആ വ്യക്തിയുടെ പേരിലുള്ളത്. ഡബിൾ എൻട്രി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 40 പേരുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ച മണ്ണാർക്കാട് നഗരസഭയിലെ പല വാർഡുകളിലും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട 3-ാം വാർഡ് ഇടതുപക്ഷ കൌൺസിലറായ അസീനയുടെ ഭർത്താവ് പരാതിക്കാരനാണ്. വോട്ടർ പട്ടികയിൽ പേര് നീക്കം ആക്ഷേപകനാണ്, പരാതി കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത ഇവിടെ ഈ തോരാകുളം വാർഡിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പരാതിക്കാരൻ, നീക്കം ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വാർഡുകളിൽ CPMന്റെ നേതൃത്വത്തിൽ ആക്ഷേപം ഉന്നയിച്ച് നിരവധി പേരെ വോട്ടർ പട്ടിക നീക്കം ചെയ്തിട്ട് ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലോക്കൽ സെക്രട്ടറി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പത്രസമ്മേളനം നടത്തിയിട്ട് വിളിച്ചു പറയണം, ഈ മൻസൂർ അതിന് കൂട്ടുനിന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല. മൻസൂറിന് ആളുകളെ പോലെ നെഞ്ചു വിളിച്ചോടെ ചെയ്യാൻ കഴിയില്ല. ആളെ വെച്ച് ചെയ്യിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. എത്ര ബാലിശമാണ്, അപഹാസ്യമാണ് ഇത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അത്രേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പത്രസമ്മേളനം നടത്തി എന്നെ വ്യക്തിപരമായിട്ടൊക്കെയാണ് ആക്ഷേപിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയപരമായ രാഷ്ട്രീയ മാന്യതയുണ്ട്. അത് മണ്ണാർക്കാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെച്ചു പുലർത്തുന്നതാണ്. നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണവും പ്രത്യാരോപണവും സ്വാഭാവികമാണ് ജനാധിപത്യ സമ്പ്രദായത്തിൽ. അത് തുടർന്നുമാണ്. എല്ലാ സൗഹൃദങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും. അത് നമുക്ക് പ്രകടിപ്പിക്കണം. പക്ഷേ
ഇങ്ങനെ പരസ്യമായി പത്രസമ്മേളനം നടത്തി ഞങ്ങളൊക്കെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കേകവനം ചെയ്യാനാണ് മൻസൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പുറപ്പാട് എങ്കിൽ ചിലതൊക്കെ ഞങ്ങൾക്കും ഇനി ഇവിടുന്ന് വിളിച്ചു പറയേണ്ടി വരും. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ഞങ്ങൾ പറയേണ്ടി വന്നാൽ ഇവിടെ മുജീബ് പറഞ്ഞത് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട, മുണ്ടിട്ട് പോലും ഈ മൻസൂറിന് മണ്ണാർക്കാട് അങ്ങാടിയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കരുത് എന്ന് പ്രിയപ്പെട്ട മൻസൂറിനോട് വളരെ സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ മരണപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണ് മൻസൂർ എന്നും ഇനിയും വ്യക്തിഹത്യ നടത്തിയാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അത് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ലെന്നും ഷഫീഖ് തുറന്നടിച്ചു. ഷഫീഖ് റഹ്മാനെ ഒറ്റപ്പെടുത്തുവാൻ അനുവദിക്കില്ലെന്നും മണ്ണാർക്കാട് നഗരസഭാ വികസന പ്രവർത്തനങ്ങളിൽ LDFിലെ ഒരു മെമ്പറെ പോലും മാറ്റി നിർത്തിയിട്ടില്ലെന്നും തലയിൽ മുണ്ടിട്ട് നടക്കാനുള്ള അവസരം പോലും ലഭിക്കില്ലെന്നും കൌൺസിലർ അരുൺകുമാർ വ്യക്തമാക്കി. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ UDF തയ്യാറല്ല എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. വ്യക്തിപരമായ ആക്ഷേപങ്ങളൊക്കെ വരാം, സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തിപരമായി അപമാനിക്കാൻ വേണ്ടി മാത്രം കൌൺസിലും മറ്റു പൊതുയിടങ്ങളും തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ഒരു വ്യക്തിയെ പോലും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കണമെന്ന് കരുതിയവരല്ല ഞങ്ങൾ. അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരുമല്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കാൻ പൊതു ഇടങ്ങളിൽ വലിയ രീതിയിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചേരയെ തോണ്ടിയാലും തിരിഞ്ഞു കടിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങളും തിരിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ മണ്ണാർക്കാട് നഗരസഭയിൽ പ്രശ്നം എന്താ? വോട്ടർ പട്ടികയിൽ പേര് വെട്ടിയതാണ് പ്രശ്നം. മണ്ണാർക്കാട് നഗരസഭയിലെ 30 വാർഡുകളായിട്ട് പുതിയത് വന്നു, 29 വാർഡുകൾ പഴയത്. അതിൽ CPM-കാർ വോട്ട് വെട്ടിയിട്ടുണ്ട്. വെട്ടിയിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും CPM-കാർ തയ്യാറാണ്? മുസ്ലിം ലീഗ് പേര് വെട്ടിയിട്ടുണ്ട്, കോൺഗ്രസ് വെട്ടിയിട്ടുണ്ട്, BJP വെട്ടിയിട്ടുണ്ട്. ഇതിൽ UDFന്റെ തീരുമാനം എന്താ? എത്രയോ ആളുകളുടെ പേര് വെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെ വോട്ട് പോലും നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം മുന്നോട്ട് വെക്കുന്നവരാണ് ഞങ്ങൾ. വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റഹ്മാൻ, പ്രേംകുമാർ, മുജീബ് പെരുമ്പിടി, റഷീദ് കുറുവണ്ണ, ഫിറോസ് മുക്കണ്ണം തുടങ്ങിയവർ പങ്കെടുത്തു.